ഇന്നലെ ആരോഗ്യമന്ത്രി ഈ പൂനെ വൈറോളജി ലാബിൽ നിന്നും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ കളക്ടർ സ്ഥിരീകരിച്ചെന്ന് പറയുന്നു. അവിടെ ഒരു ആശയക്കുഴപ്പം നടന്നതായിട്ട് വാർത്തകൾ വരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഇത്തരം ഒരു ആശയക്കുഴപ്പം വരുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടോ? സാധാരണ നിലയിൽ നമ്മൾ ഒക്കെ പ്രവർത്തിച്ചൊരു രീതി അനുസരിച്ച് അങ്ങനത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു സാഹചര്യമോ ഇതിലൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം മിനിറ്റ് ടു മിനിറ്റ് ഫോളോ അപ്പ് ചെയ്യുമല്ലോ. അതൊരു ടെക്നിക്കൽ കാര്യമാണ്. നമ്മൾ NIV പൂനെയിൽ അയക്കുന്നത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് പരിശോധിച്ചാൽ തന്നെ റിസൾട്ട് വന്നാൽ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അവിടെ മുതൽ ആ മിനിറ്റ് മുതൽ നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് മുൻപും പ്രതിരോധ പ്രവർത്തനം എന്താണ്? അതിന് മുൻപുള്ള പ്രതിരോധ പ്രവർത്തനം നമ്മളവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, പിന്നെ മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ലാബിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. സംശയമുള്ളതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്നും മറ്റ് സർക്കാർ ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ ഇവിടേക്ക് അയക്കാറുണ്ട്. മസ്തിഷ്ക ജ്വരങ്ങളൊക്കെ തന്നെ ഞാൻ പറയാൻ വന്നത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് കൂടിയാണ്. അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഈ ഇത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു സാഹചര്യം അതിലില്ല. അപ്പോൾ ഇവിടെ നിന്ന് സാമ്പിൾ അവിടേക്ക് പൂനെയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ഒക്കെ തന്നെ നമ്മളതിൻ്റെ കൃത്യമായി നമ്മളുടെ ശ്രദ്ധയിലാണ്. അപ്പോൾ മിനിറ്റ് ടു മിനിറ്റ് ഫോളോ അപ്പാണ് ഇതിൽ ചെയ്യാറുള്ളത്. ഇവിടെ നിന്ന് സാമ്പിൾ അവിടെ എത്തിയിട്ടുണ്ടോ, അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടോ, അവർ പ്രോസസ്സ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടോ, എത്ര മണിക്കൂർ എടുക്കും, 4 മണിക്കൂർ 5 മണിക്കൂർ, ഇനി എത്ര മണിക്കൂർ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മിനിറ്റ് ടു മിനിറ്റ് ഫോളോ അപ്പാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു അടിസ്ഥാനവും അതിലൊന്നും ഇല്ല. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല. അതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ, അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം ആ ടൈം ലാഗ് കൊണ്ടോ അല്ലെങ്കിൽ അത്രയും സമയം മാറിയത് കൊണ്ടോ ഈ പ്രോസസ്സിനെ അത് ബാധിക്കാനായിട്ട് പാടില്ല. അതാണ് അതിൻ്റെ കാര്യം.